ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്നൊരു ഫോൺ സ്റ്റാൻഡാണ് ഇതുപോലെയുള്ളത്. പിന്നെ ഒരെണ്ണം ഇതുപോലൊരു മിനി ഡെസ്കും. രണ്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സംഭവം സിമ്പിളാണ്. ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. 18 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയിലും. പിന്നെ ആദ്യം തന്നെ ഇതൊന്ന് മടക്കി ഞാൻ വെച്ച് ജസ്റ്റ് നോക്കിയായിരുന്നു. കാരണം നിങ്ങൾക്കിത് കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ ഒരു കൈ കൊണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ജസ്റ്റ് സെല്ലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ നോർമൽ നമ്മുടെ ബുക്കിൻ്റെ വൈറ്റ് പേപ്പറാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല അടിപൊളി പേപ്പറൊക്കെ കൊണ്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 3 സർക്കിൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കാർഡ്ബോർഡ് പീസിൽ തന്നെ. ഒരു 6 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രീതിയിൽ ഒന്നിച്ചൊട്ടിച്ചെടുത്ത് അത് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരളവെടുത്ത് അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. 3 എണ്ണത്തിൽ 2 എണ്ണം വരെ. ഒരെണ്ണം ബേസ് ആയിട്ട് നിർത്തണം. കാരണം അതിലേക്കാണ് നമ്മൾ ഈ ഒരു സംഭവം ഇറക്കി വെക്കാൻ പോകുന്നത്. ക്വിക്ക് ഫിക്സ് ഒഴിച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഇത് നമ്മളിതേ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തു. പിന്നുള്ളൊരു പ്രശ്നം ആ ബേസ് കാണാൻ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കളർ ഒട്ടിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ പേപ്പർ ഒട്ടിച്ചിട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ബോറായിപ്പോയി. പിന്നെ അതിനെ ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ നോർമലായിട്ടുള്ള പെയിൻറ് അടിക്കാൻ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം വലിയ ഭംഗിയാവില്ലെന്നറിയാം, എന്നാലും വൃത്തികേടായിട്ട് ഇരിക്കണ്ടല്ലോ. അപ്പം നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് മാത്രം ചെയ്യുക. ഞാൻ അങ്ങനെ പെയിൻറ് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെയൊക്കെ ആയി. ഞാൻ മുകളിലോട്ട് തന്നെ ക്വിക്ക് ഫിക്സ് വെച്ച് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു. പിന്നെ വീണ്ടും 2 റൗണ്ട് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു സംഭവമാണ് ചെയ്തെടുത്തത്. നമ്മുടെ ഫോൺ വെക്കാൻ വേണ്ടി 2 സ്റ്റാൻഡ് പോലെ, അതും ഞാൻ കാർഡ്ബോർഡ് പീസിൽ തന്നെ റെഡിയാക്കി ഒട്ടിച്ചു വെച്ചതാണ്. എല്ലാത്തിനും പശ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. കാർഡ്ബോർഡ് ഒട്ടുന്ന പശ യൂസ് ചെയ്താൽ മതി. പിന്നെ അതും കൂടെ ഇതുപോലെ ജസ്റ്റ് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ സംഭവം റെഡി. അങ്ങനെ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് റെഡിയായി. നമ്മുടെ ഫോൺ അതിൽ ജസ്റ്റ് വെച്ച് നോക്കാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ. ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് വെച്ച് നോക്കാം. സംഭവം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ വെച്ച് ആ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ സംഭവം റെഡിയാണ്. അങ്ങനെ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് സിമ്പിളായിട്ട് സെറ്റായി. ഈസി ആയിട്ടുള്ള സംഭവം. പിന്നെ നമ്മുടെ അടുത്ത സാധനം, അതാണ് ഇനി മെയിൻ. അതാണ് നമ്മുടെ മിനി ഡെസ്ക്. അതിന് ഞാൻ ആദ്യം തന്നെ കാർഡ്ബോർഡ് പീസ് എടുത്ത് വൈറ്റ് പേപ്പർ ഒട്ടിച്ച് അതിൽ ഗ്രീൻ പേപ്പർ ഒട്ടിച്ചും പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിലൊക്കെ പേപ്പറുകളൊക്കെ ഒട്ടിച്ച് ജസ്റ്റ് കളർ ചെയ്തെടുത്തു. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തത് ഇതുപോലെ ആദ്യം അതിൻ്റെ ബേസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു ഫ്ലവർ പോർഷൻ പോലത്തെ ഭാഗം കൂടെ ഒട്ടിച്ചെടുത്തപ്പോൾ സംഭവം റെഡി. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ മിനി ഡെസ്ക്. പക്ഷേ സെറ്റപ്പാണ്. സിമ്പിളാണെങ്കിലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.